ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ഫുഡ് അടിയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഒരു സീ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുള്ള ഇതിന് പ്ലാൻ ചെയ്തിട്ട്. സോ അപ്പം സീ ഫുഡിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് വിഴിഞ്ഞം തന്നെയാണല്ലേ. സോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്ന വിഴിഞ്ഞത്തോട്ട് വെച്ച് പിടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നേരെ വരികയാണ്. സോ ഇപ്പൊ ഞങ്ങള് കടലിന്റെ ഏകദേശം ആ ഒരു റൂട്ടിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങള് പോകുന്ന വഴിക്ക് ഈ ഒരു നേവിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അക്വോറിയം, ഫിഷിന്റെ ഒക്കെ അക്വോറിയംസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ പോകുന്ന ഹോട്ടൽ ഏതാന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഊണുണ്ടെങ്കിൽ ഞങ്ങൾ കയറി കഴിക്കും എന്നുള്ളതാണ് പ്ലാന്. അപ്പോ നോക്കാം അവിടെ എത്തിയതിനു ശേഷം ഏതാണ് ഹോട്ടലിന്റെ നെയിം കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. സോ അപ്പൊ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു കടല്, അതുപോലെ തന്നെ അതിനകത്ത് കപ്പലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ തന്നെ. പിന്നെ റോഡ് സൈഡില് ആട്, ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. പരുന്തൊക്കെ മുകളിൽ കൂടെ പറക്കുന്നുണ്ട്. സോ ഭയങ്കര വൈബായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്. സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹോട്ടൽ പൈസ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഞങ്ങൾ കേറാൻ പോവാണ്. കേറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് സത്യമായിട്ട് ഇതിന്റെ പേരെന്തെന്ന് നിങ്ങൾക്കറിയാം? ഇവിടെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അകത്ത് കയറിയിട്ടെങ്കിലും ഇതിന്റെ പേരെന്തെന്നുള്ളത് പറയാം. കാരണം ഇത് ബീഫ് ആൻഡ് ചിക്കൻ ബാർബിക്യൂ ഉണ്ട്, അതുപോലെ വിഴിഞ്ഞം ചുട്ടമീൻ ഉണ്ട്. സോ അപ്പൊ എന്താണ് കറക്റ്റ് ഇതിന്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല, നോക്കാം. ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേര് ഹോട്ടൽ പൈസ എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ പറയാം. സോ അപ്പൊ നമ്മള് ഇവിടെ ഹോട്ടൽ പൈസ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്, ഹോട്ടലിന്റെ പേര് വരുന്നത്. നമ്മുടെ വിഴിഞ്ഞം കടലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. സോ നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് അപ്പം, അതുപോലെ തന്നെ ചിപ്പി, കണവ, പിന്നെ കപ്പ, ഇത്രയും സാധനങ്ങളാണ്. ഭയങ്കര ഇതിക്ക് ആകെ കൊതിച്ചു നിന്ന സംഭവമാണ് ഈ ചിപ്പി കഴിക്കാന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ബാക്കി വന്നിട്ട് കാണാം. അപ്പൊ ഹോട്ടൽ ആംബിയൻസിനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു എലഗന്റ് ആണോ എന്ന് ചോദിച്ചാല് ഐ മീൻ അത്യാവശ്യം ബെറ്റർ ആണ്, ഓക്കെ ആണ് എന്നുള്ള രീതിക്കൊക്കെയാണ് പറയാനുള്ളത്. കൂൾ ആൻഡ് കാം ആയിട്ടൊരു പ്ലേസ് ആണ്. കടലിന്റെ ആ ഒരു കാറ്റും നല്ല രീതിക്ക് അങ്ങനെയൊക്കെ വൈബൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. സോ ഗുഡ്. നമുക്ക് ആദ്യം മെയിൻ ആയിട്ട് ഫുഡിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണല്ലോ അറിയേണ്ടത്. സോ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഓർഡർ ചെയ്ത സാധനങ്ങളിൽ ഫസ്റ്റ് നമുക്ക് സവോള, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തതിന്റെ സൈഡ് ഡിഷസ് ആണ് വന്നിട്ടുള്ളത്. സവോള, പിന്നെ നമുക്കൊരു ഗ്രേവി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ബാക്കി നമുക്ക് വഴിയേക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനവും എത്തിയിട്ടുണ്ട്. മണം വൈസ് ഒക്കെ ആണെങ്കിൽ സൂപ്പറാണ്. നല്ല ചൂടുണ്ട്. വിചാരിക്കും പോലെ ഇത് നമുക്ക് തണുത്തിട്ട് കഴിക്കാം. ഓക്കെ, കൊണ്ടുവന്ന മാത്രം ഓർമ്മയുള്ളൂ, പക്ഷെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇത് ചൂടായതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതർവൈസ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് നല്ല സൈസ് ആയിട്ടുള്ള ഇതാണ് കിട്ടിയത്. കാരണം ചിപ്പി, എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും നല്ല ഓരോ പേരാണ് ഇതിന്. സോ ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ചിപ്പി എന്നാണ് പറയുന്നത്. സോ എല്ലാത്തിനും
നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും ഉണ്ട്. സോ ഞങ്ങൾ ഒന്നും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ നമുക്ക് തരാം. എനിക്ക് ഫ്രൈ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഇതെല്ലാം കഴിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിരിക്കുകയാണ്. ഞണ്ട് റോസ്റ്റ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ മസാല. നിങ്ങൾ കുടിക്കാനായിട്ട് ബോൾ ഗ്രേപ്പ് ജ്യൂസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും കൂടെ കുടിക്കാം. ഓക്കെ, ലാസ്റ്റത്തെ കാണിച്ച് ഓൾ ഫിനിഷ്. സോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. റേറ്റും അത്യാവശ്യം ബെറ്ററാണ്. നോർമൽ ഇതൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഫുഡ് കാര്യങ്ങളെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. സോ നമുക്ക് ഇന്നത്തോടുകൂടി ഒരു ഫുഡ് വ്ലോഗ് ഇപ്പം അവസാനിക്കുകയാണ്. ഷോർട്ട് വീഡിയോ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ.